ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈബിളിന്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതേപോലെ തന്നെ ഖുർആനിലെല്ലാം പേര് പറയപ്പെട്ട ഒരു പ്രവാചകനാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ രാജാവാണ്. അതോടൊപ്പം തന്നെ ബൈബിൾ പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ പിതാമഹനാണ്. യേശുവിൻ്റെ പിതൃപാരമ്പര്യം ദാവൂദിന്റെ പിതൃപാരമ്പര്യത്തിലാണ് യേശു ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഖുർആനിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ ഒരു പ്രവാചകനായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുമ്പുള്ള പ്രവാചകന്മാരുമെല്ലാം അതിശക്തമായി പറഞ്ഞ 10 കൽപ്പനകളുണ്ട്. ആ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന, ഞാനാകുന്നു നിങ്ങളുടെ ദൈവം, ഞാനല്ലാതെ നിങ്ങൾക്ക് ഒരു ദേവന്മാരും ഉണ്ടാകരുത്, ഒരു ആരാധരുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും വിഗ്രഹങ്ങൾ നിങ്ങൾ നിർമ്മിക്കരുത്. അവക്ക് മുന്നിൽ സാഷ്ടാംഗം നമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുതെന്നുള്ളതാണ് ബൈബിളിലെ 1, 2, 3 കൽപ്പനകൾ, 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ പഠിപ്പിച്ച ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൽപ്പനക്ക് നേരെ വിരുദ്ധമായി അദ്ദേഹത്തിന്റെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇത് എന്ന രൂപത്തിൽ പിൽക്കാലഘട്ടത്തിൽ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഒരു വിഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യഥാർത്ഥത്തിലുള്ള പാഠങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ദാവൂദ് നബിയുടെ തന്നെ വിഗ്രഹം ഉണ്ടാക്കുന്ന വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു കാര്യമാണ് നമ്മൾ ചരിത്രത്തിൽ മുഴുവനും കാണുന്നത്. അത് അവസാനം യേശുക്രിസ്തുവിൻ്റെതടക്കം ഉള്ള ഒരവസ്ഥയുണ്ട്. ഇവിടെയാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറിട്ട് നിൽക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിഗ്രഹവും ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയാത്തിടത്തോളം വളരെ കൃത്യമായി ആ രംഗത്ത് മുസ്ലിങ്ങൾ ആദ്യ കാലഘട്ടം മുതൽക്ക് തന്നെ സൂക്ഷ്മത പാലിച്ചു പോന്നിട്ടുണ്ട്. ഇന്നും പ്രവാചകന്റെ ചിത്രം വരക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രധാനപ്പെട്ട പ്രതികരണത്തിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രമോ വിഗ്രഹമോ ഒന്നും വരക്കാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ബൈബിളിൽ വളരെ ശക്തമായ ഭാഷയിൽ ഞാനല്ലാതെ മറ്റാരാധ്യന്മാരുണ്ടായാൽ അവരുടെ തലമുറകൾ ഞാൻ നശിപ്പിച്ചു കളയുമെന്നാണ് യഹോവ പറയുന്നത്. അതിന് വിരുദ്ധമായി ദാവൂദിന്റെ ചിത്രം മാത്രമല്ല, ഒരു വിഗ്രഹം തന്നെ ഉണ്ടാക്കി വെച്ച ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിടം എന്ന് വിശ്വസിക്കപ്പെടുന്നത്. അതും യഥാർത്ഥത്തിൽ ചരിത്രപരമായി അടിസ്ഥാനപരമായി തെളിവൊന്നുമില്ലാത്തതാണ്. പിൽക്കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ഒരു സ്ഥലം മാത്രമാണ്. ഏതായാലും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം സ്മരിക്കാൻ ഇത്തരം സ്ഥലങ്ങൾ ഉപകാരപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക.